ജി സുധാകരൻ പ്രശ്നങ്ങൾ CPM-ലായിരുന്നു പറയേണ്ടിയിരുന്നുവെന്ന് വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി. അരുൺകുമാർ പറയുന്നു. ജി സുധാകരൻ വിഷയത്തിൽ CPM നിലപാട് തന്നെയാണ് തനിക്കും. പാർട്ടിയിലേക്ക് തിരികെ വരുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത് ജി സുധാകരനും വി. അരുൺകുമാറിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം, അത് തന്നെയാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അല്ല, സുധാകരൻ മാവൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുമെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. വിവിധങ്ങളായ വിഷയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ്. അതേസമയം ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ജി സുധാകരനെതിരെ പ്രചാരണം ശക്തമാക്കാനാണ് CPM-ന്റെ നീക്കം. ജി സുധാകരന് പിന്തുണ നൽകുന്നതിൽ തീരുമാനത്തിന് ഇനിയും സമയമുണ്ടല്ലോ എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അല്ല, അതിനെപ്പറ്റി ഞങ്ങൾ UDF-ലെ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ച് വൈകാതെ ഒരു തീരുമാനം അക്കാര്യത്തിൽ എടുക്കും. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നു. പറയൂ അശ്വിൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ആദ്യം കേട്ടത് VS-ന്റെ മകൻ VA അരുൺകുമാറിന്റെ പ്രതികരണമാണ്. ജി സുധാകരനുമായി ഏറെ ബന്ധമുള്ള, കുടുംബപരമായി തന്നെ ഏറെ ബന്ധമുള്ള ആളാണ് VS-ന്റെ കുടുംബം. അവരുടെ കുടുംബം തമ്മിൽ അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്, നമുക്കറിയാവുന്നതാണ്. പക്ഷേ പാർട്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പാർട്ടിയുടെ നിലപാടിനൊപ്പമാണ് VS-ന്റെ കുടുംബവും VA അരുൺകുമാറും നിലകൊള്ളുന്നത്. ജി സുധാകരൻ പരാതി പറയേണ്ടത് പാർട്ടിയിലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒപ്പം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാവുന്നതായിരുന്നു, അത് ആദ്യം തന്നെ പറഞ്ഞ് പരിഹരിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു. ഇനി ജി സുധാകരൻ പാർട്ടിയിലേക്ക് തിരികെ വരേണ്ടതുണ്ടോ എന്ന അഭിപ്രായത്തിന് അദ്ദേഹം പറഞ്ഞത് അത് തീരുമാനിക്കേണ്ടത് ജി സുധാകരനാണ്. പാർട്ടി ഇതുവരെ എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു എന്നുകൂടി അരുൺകുമാർ പറയുന്നു. അതായത് ജി സുധാകരനെതിരെ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം അദ്ദേഹം ശരിവെക്കുകയാണ്. പാർട്ടി ചതിച്ചു എന്നുള്ള നിലയിലാണ് പാർട്ടി പ്രചരണം നടക്കുന്നത്. അത് പാർട്ടി എന്തു ചെയ്യുന്നു അതിനെ അംഗീകരിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതായത് പുന്നപ്ര വയലാർ സമരം നടന്ന രക്തസാക്ഷികളുടെ നാടാണ്. ആ നാട്ടിൽ പാർട്ടി ഗ്രാമമാണ്, ഇവിടെ പാർട്ടി കുടുംബങ്ങളാണ് ഏറെയുമുള്ളത്. അവരെല്ലാം പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. പാർട്ടിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളതാണ് അരുൺകുമാർ പറഞ്ഞിരിക്കുന്നത്. അതിന് വിപരീതമായി ജി സുധാകരൻ പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും പ്രധാനമായും പുറത്തുവരുന്നത്. എന്തായാലും അത്രയും അടുപ്പമുള്ള ആളുകൾ പോലും പാർട്ടി വിട്ട ജി സുധാകരനെ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ് ആലപ്പുഴയിലെ നിലവിലെ ഇടത് രാഷ്ട്രീയ സാഹചര്യം. അതേസമയം ഈ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ ജി സുധാകരൻ സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആരുടെയും പിന്തുണ തേടിയിട്ടില്ല എന്ന് ജി സുധാകരൻ പറയുമ്പോഴും UDF-മായി ഏറെ അടുത്ത് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. UDF അദ്ദേഹത്തിന് പിന്തുണ നൽകാനുള്ള ഏകദേശ ധാരണയിൽ എത്തിയിരിക്കുന്നു. പക്ഷേ അത് പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോവുകയാണ്. ആലപ്പുഴയിൽ നിരവധിയായ പ്രാദേശിക പ്രശ്നങ്ങൾ കോൺഗ്രസിലുണ്ട്. പ്രത്യേകിച്ച് അമ്പലപ്പുഴ സീറ്റ് കണ്ണുനട്ടിരിക്കുന്ന ഒരുപാട് നേതാക്കളെ അനുനയിപ്പിച്ചാൽ മാത്രമേ ജി സുധാകരന് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള UDF തീരുമാനം അന്തിമമാവുകയുള്ളൂ. അതിന്റെ ചർച്ചകൾ നടക്കുകയാണ്. ഷുക്കൂറിനെ അടക്കം അനുനയിപ്പിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ അതിനൊരു പരിഹാരമാവൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് KC വേണുഗോപാൽ ജില്ലയിലുണ്ട്. അദ്ദേഹം ജി സുധാകരനുമായി ചർച്ച നടത്തുമോ എന്നടക്കം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളാണ്. എന്തായാലും ജി സുധാകരനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കാതെ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.